എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഒന്നും പറയാനില്ല, കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്. എല്ലാവരും നമ്മുടെ നാട് മുഴുവൻ ദുഃഖത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ആഘോഷിക്കുന്നത് അത്ര ശരിയല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴേ എനിക്ക് ആ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വന്ന്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ദിവസം അങ്ങ് മടിച്ചതും. പിന്നെ എന്ത് പറയാനായിട്ട്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മളല്ലാണ്ട് വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രേ ഫോർ വയനാട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയണതുമില്ല. കാരണം ഒരു കാര്യവുമില്ല. നമ്മൾ എന്തിനാണ് ഇനി വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അച്ഛനും അമ്മയും ഒരു നാടും അല്ലെങ്കിൽ നാട്ടുകാരും മൊത്തം പോയിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി പ്രാർത്ഥിച്ചവർക്ക് എന്ത് നേടിക്കൊടുക്കാനാണ്? എനിക്കതിനെപ്പറ്റിയൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളാണ് അവിടെ നടന്നത്. ചിന്തിക്കാനെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നമ്മളിങ്ങനെ ഇരുന്ന് പറയണം, ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ഒന്നും ഒരു കുന്തോ അറിഞ്ഞുകൂടാ. നമുക്കത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ തീവ്രത അറിയാൻ പറ്റൂ. വെറുതെ ഞങ്ങളിങ്ങനെ ഞാനും അമ്മയും കൂടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയും. നമുക്കാണ് ആ ഒരു അവസ്ഥ എന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഇവിടെ നമ്മളെ നാട്ടുകാർ ഫുള്ള് പോയി, അയൽപക്കക്കാർ പോയി, വീട് പോയി, സ്ഥലം പോയി, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ചിലപ്പോൾ നമ്മളാരെങ്കിലും ഒരാളായിപ്പോയി. ഇപ്പോൾ ചേട്ടനെങ്ങാണാൻ ചേട്ടൻ ഇങ്ങനെ രക്ഷപ്പെട്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിൽ നമ്മളെല്ലാവരും ഇങ്ങനെ മരിച്ചു കിടക്കുന്ന അവസ്ഥ ഒന്നും ചിന്തിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ നമ്മൾ ഇനി വയനാടിന് വേണ്ടി എന്തോന്ന് പ്രാർത്ഥിക്കാം? ഒന്നും പ്രാർത്ഥിക്കാനില്ല. ഇനി ബാക്കിയുള്ളവർക്ക്, ഈ രക്ഷപ്പെട്ട് വന്നവർക്ക് ഇതൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് കൊടുക്കണമെന്നായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്. എന്തോ എനിക്കൊന്നും അറിയാൻ വയ്യ. എന്തായാലും ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അത് മാത്രമേ ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നാളെ കർക്കിടക വാവാണ്. വാവിൻ്റെ തലേന്നത്തെ കാര്യങ്ങളാണ് ഈ കാണിക്കണതെല്ലാം. അപ്പോൾ ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ മാങ്ങ, ഇഞ്ചി, അച്ചാറൊക്കെ ഇട്ട് വെച്ച് ഇതിപ്പോൾ നാളെ രസവടയും ഇഡ്ഡലി സാമ്പാറും ആക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ രസവടയ്ക്കുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി രസവടയുടെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നാളെ ഷോർട്സ് ആയിട്ടിടാം. അപ്പോൾ ഇനി ഇത് കണ്ടുകൊണ്ട് അവിടെ എല്ലാവരും ദുഃഖത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾ ആഘോഷിക്കണമെന്നൊന്നും ചോദിക്കരുത്. നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ രസവടയ്ക്കും കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തയ്യാറാക്കി രസം ഉണ്ടാക്കി അതിൽ വടയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി പിറ്റേന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വെജിറ്റബിൾസും എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് ചേട്ടന് ബലി ഉണ്ടല്ലോ, അങ്ങനെ ബാവ് ബലി ഇടാനായിട്ട് അവരിതാ 4 മണി ആയപ്പോൾ തന്നെ ചേട്ടനും തൊട്ടടുത്ത വീട്ടിലെ 2 ചേട്ടന്മാരുമായിട്ട് പോകാനായിട്ട് ഇറങ്ങി. അവർ പോണത് വേളിയിലാണ്. മിക്കവാറും അവർ വേളി കടപ്പുറത്ത് പോയിട്ടാണ് ബലി ഇടാറ്. അപ്പോൾ കഴിഞ്ഞ വർഷം വേളിയിലൊന്നും പോകാൻ പറ്റിയില്ല. അന്ന് ഇതുപോലെ മഴയോ കാര്യങ്ങളോ എന്തോ സംഭവം ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. നമ്മുടെ ഇവിടെ അടുത്തുള്ള കുഴിവിളാകം അമ്പലത്തിലാണ് കഴിഞ്ഞ വർഷം ബലിയിട്ടത്. അങ്ങനെ അവർ ബലിയിടാനായിട്ടൊക്കെ പോയി. ഇനി തലേദിവസം രാത്രി ചേട്ടൻ വന്നപ്പോഴേക്ക് പടുക്ക ഇടാനുള്ള സാധനങ്ങളും വിളക്കൊരുക്കാനുള്ള പൂക്കളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി അതൊക്കെയാണ് എൻ്റെ ജോലി. ഇനി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ രാമായണം രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഈ പറയുമ്പോൾ എനിക്കിപ്പോൾ കർക്കിടക എത്രാം തീയതിയാണെന്ന് കറക്റ്റ് അറിയാം. എല്ലാ ദിവസവും ഓരോ ദിവസത്തെ രാമായണമാണല്ലോ ഓരോ ദിവസം ഇങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ മലയാള മാസം അറിയണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇംഗ്ലീഷ് മാസമാണെങ്കിൽ അറിയാം, മലയാളം എത്ര ആയെന്ന് അറിയാനായിട്ട് പറ്റുകയില്ല. കാരണം നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറുമില്ല. നമുക്ക് ആ ഡേറ്റ് അറിഞ്ഞിട്ടൊരു ഒട്ടും കാര്യവും ഇല്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ മുഹൂർത്തം നോക്കുമ്പോഴോ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ മലയാളം തീയതിയെപ്പറ്റി ചിന്തിക്കണത് പോലും. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ 1-ാം തീയതി വരുമ്പോൾ അറിയാം. മലയാളം 1 നമുക്ക് ഭയങ്കര വിശേഷപ്പെട്ടതല്ലേ. അത് മിക്കവാറും 15-നും 17-നും ഇടയ്ക്ക് ആയതുകൊണ്ട് ആ സമയങ്ങളാകുമ്പോൾ അറിയാം, അടുത്ത 1-ാം തീയതി ആവാറായി എന്നുള്ള കാര്യം. അങ്ങനെ ഇനി പൂക്കളൊക്കെ ഇട്ട് വിളക്കൊക്കെ ഒന്ന് അലങ്കരിക്കണം. അലങ്കരിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. ഇത് പടുക്കയ്ക്കുള്ള സാധനങ്ങളാണ്. അവിലും മലരും അതുപോലെ കർക്കണ്ട്, മുന്തിരി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, പിന്നെ വെറ്റാപ്പാക്ക്, ഇത്രയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പടുക്ക ഇടാറ് സാധാരണ. പിന്നെ ഒരു തേങ്ങയും കൂടെയൊക്കെ വെക്കും. അങ്ങനെ അതെല്ലാം ഞാൻ ഒരുക്കി വയ്ക്കുകയാണ്. അപ്പം നമുക്കിവിടെ ടീപ്പോയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കസേരയാണ് ഇട്ടിരിക്കുന്നത്. കസേര ഇട്ടിട്ട് അതിൽ ഒരു നേരിയതും താഴെ കേശുവിൻ്റെ ഒരു മുണ്ടുണ്ടായിരുന്നു, ആ 2 മുണ്ട് നേരിയതൊക്കെ വിരിച്ച് അതിനെ ഒന്ന് ഒരു ഭംഗിയാക്കിയൊക്കെ എടുത്തതിന് ശേഷമാണ്
ഇതാ ഇതുപോലെ പടുക്ക വെക്കണത്. പിന്നെ പഴം വെക്കണം. നമ്മൾ പടുക്കയ്ക്കും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെതായ എല്ലാ കാര്യങ്ങൾക്കും രസകദളി പഴമാണല്ലോ യൂസ് ചെയ്യാനുള്ളത്. അങ്ങനെ രസകദളി പഴമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന്, പിന്നെ രസകദളിക്കൊക്കെ ഭയങ്കര വിലയുമാണ്. അങ്ങനെ ഇനി ജമന്തിപ്പൂവും എല്ലാം വെച്ച് പൂക്കളൊക്കെ എല്ലാം വെച്ചിട്ട് അവിടേക്ക് ഒന്ന് അലങ്കരിച്ച്, പിന്നെ നമ്മുടെ ചെമ്പരത്തിയെ കളയാൻ പറ്റില്ലല്ലോ. നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ചെമ്പരത്തി മാത്രമേ കൂട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ചെമ്പരത്തി പൂവും കൂടെ അതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എൻ്റെ കുറേ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ ഭയങ്കര ഉപയോഗമാണ്. ഉപയോഗം എന്ന് വെച്ചാൽ നല്ല രസമാണ്. ഇത് വെച്ച് അലങ്കരിച്ച് കഴിയുമ്പോഴേക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗി വരും. അപ്പം നമ്മൾ ജമന്തി പൂക്കൾ കൊണ്ട് ഇങ്ങനെ കോർത്തിട്ടാലും നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. ഞാനിതൊരു അമ്പലത്തിൽ പോയപ്പോൾ അവിടെ കിടക്കുന്നത് കണ്ടതിന് ശേഷമാണ് ഞാനത് ശ്രദ്ധിച്ച് തുടങ്ങിയത്. അതിനുശേഷം നോക്കുമ്പോൾ ഒരുപാട് ഈ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതാ മഞ്ഞയും ചുവപ്പും ജമന്തി തന്നെ ആയിരിക്കുമെന്നാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി കണ്ടപ്പോഴും ആദ്യം എങ്ങനെയാണ് വിചാരിച്ചത്, പിന്നെയാണ് അതിൻ്റെ രീതികൾ മനസ്സിലായത്. അപ്പോൾ ഇനിതാ ഞാൻ വിളക്കെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ഇനി ജവാദുമൊക്കെ വെച്ചിട്ട് അവിടെ മൊത്തം ഒന്ന് തളിക്കുന്നുണ്ട്. മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴേക്കും എനിക്കൊരു കമൻറ്റ് വന്നതാണ്, അയ്യോ ഈ കൊച്ചെന്തെല്ലാം തലതിരുവാണല്ലോ കാണിക്കുന്നത്, തളിച്ച് കഴിഞ്ഞിട്ടേ വിളക്ക് കത്തിക്കാവൂ, പുകച്ച് കഴിഞ്ഞിട്ടേ വിളക്ക് കത്തിക്കാവൂ എന്നൊക്കെ. അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ടീച്ചർ അത് ശരിയാണല്ലോ, ചിലതൊക്കെ ഈ തലതിരിവായിരിക്കും കാണിക്കണത്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ തിരുത്തി തരുമ്പോഴേക്കും ഞാനതെല്ലാം അതേപടി ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാം അലങ്കാരപ്പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വിളക്ക് ഇനി കത്തിക്കുകയാണ്. അപ്പോൾ അമ്മ എഴുന്നേറ്റില്ല, അമ്മ ഉണർന്ന് കിടക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസം രാത്രി തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ച് കനിവിനോട് ചേർത്തിതു രാമനാമാങ്കിതമംഗുലീയം മുദാ പ്ലവക കുലപവും കണ്ടുവല്ലോ ഭവാൻ വചനങ്ങൾ കേട്ടാകുലം തീർത്തു. അങ്ങനെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് വന്ന്, അടുക്കളയിൽ ഇനി ആദ്യം ചായ ഇടണം. ചായ ഇട്ട് കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാം. അപ്പോൾ അമ്മ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കുന്നുണ്ട്. കുളിച്ച് കഴിഞ്ഞാലേ നമുക്കിന്ന് എല്ലാം ഉണ്ടാക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. കാരണം അമ്മ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിക്കില്ല. അമ്മയ്ക്ക് അങ്ങനെ കുളിക്കാനായിട്ട് പറ്റില്ല. രാവിലെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയാൽ അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ വിയർത്ത് കഴിഞ്ഞാൽ തലവേദന, തലനീരിറക്കം. അപ്പോൾ അവരുടെ പ്രായമൊക്കെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ അങ്ങനെ ഒന്നും പറ്റൂല. നമ്മൾ വെച്ച് കൊടുക്കണം എന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഇനി രാവിലെ ഇനി കാപ്പി ഉണ്ടാക്കി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങളങ്ങ് കഴിയുമല്ലോ. അങ്ങനെ ഇഡ്ഡലി സാമ്പാറുമാണ്. പിന്നെ രസവട രാത്രി തന്നെ ഉണ്ടാക്കി രസത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. ഇനി സാമ്പാർ ഉണ്ടാക്കിയാൽ നമ്മൾ ഉച്ചത്തേക്കും കൂടെ കണക്കാക്കി എടുക്കും. പിന്നെ നമ്മളിപ്പോൾ എടുക്കണത് കൊണ്ട് തന്നെ സാമ്പാർ ഉച്ചയ്ക്ക് വെച്ച് കൊടുക്കൂല, രാവിലെ സാമ്പാറും ഇഡ്ഡലിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ. അങ്ങനെ ചായ ഇട്ട പാത്രം അപ്പം തന്നെ അങ്ങ് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് നമുക്ക് ഒത്തിരി പരിപാടികളുണ്ടല്ലോ. അപ്പോഴേക്ക് ഈ പാത്രങ്ങൾ അവിടെ കിടന്നു പോയാലും ഒന്നും പറ്റൂല. അങ്ങനെ ഞാൻ അരി ആട്ടി ഈ മൺകലത്തിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ അരി ആട്ടി വയ്ക്കുമ്പോഴേക്കും നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, അയ്യോ അലുമിനിയത്തിൽ വെക്കരുത്, പുളിക്കാനായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പുളിക്കാൻ വെക്കുന്ന സാധനങ്ങളൊന്നും അലുമിനിയത്തിൽ വെക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പം അമ്മയും കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് മൺകലത്തിലാട്ടി വെക്കണം, അരി ആട്ടി മൺകലത്തിൽ വെക്കാനായിട്ട്. അങ്ങനെ എന്തായിരുന്നാലും ഇന്ന് ഞാൻ അരി അതിലാണ് വെച്ചത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തണുത്തിട്ട് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയും പോലെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം അതിലൊന്നും കഴമ്പില്ല. സത്യമാണെന്ന് തോന്നിയാലും ഞാൻ അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. അങ്ങനെ ഇഡ്ഡലി അടുപ്പത്താക്കി, സാമ്പാറും അവിടെ ഒരു സൈഡ് വെന്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മ വന്ന് ഇനി അമ്മ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കുളിക്കുള്ളൂ. അപ്പോൾ സമയം ഇപ്പോൾ 5:30 ആവണതേ ഉള്ളൂ. നേരം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ വെച്ച് കൊടുക്കണതായിരുന്നാലും 12:30 മണി കഴിഞ്ഞിട്ടേ വെച്ച് കൊടുക്കുള്ളൂ. നമ്മളെല്ലാ വാവിലും നമുക്കൊരു 8-9 മണി ആകുമ്പോൾ തന്നെ നമ്മുടെ സകല ജോലികളും തീരും. അത് ഓണത്തിനും അങ്ങനെ തന്നെയാണ്. എനിക്കെപ്പോഴും തോന്നും കേട്ടോ, നമ്മൾ ഈ ചോറും മീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണേക്കാളും ഒരു സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ജോലി തീരും പോലെ തോന്നും. ഇത്രയും കറികൾ ഉണ്ടാക്കിയാലും ചെറപറാ ജോലികൾ അങ്ങ് തീരും. അതിൻ്റെ ഒരു കാര്യം എന്തെന്നറിയുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇന്നതൊക്കെയാണ് സദ്യയിൽ ഉണ്ടാക്കാനുള്ളത്. അപ്പം നമ്മൾ മാനസികമായിട്ടും
അതുപോലെ തന്നെ ശാരീരികമായിട്ട് നമ്മൾ അതിനായിട്ട് അങ്ങ് പ്രിപ്പയർഡ് ആവും. നമുക്ക് ഇത്രയും സംഭവങ്ങൾ വെക്കണം, അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ആവശ്യമാണെന്നൊക്കെ ഒരു ബോധം, നമ്മൾ ഉപബോധം മനസ്സിലുണ്ടല്ലോ. നമ്മൾ അല്ലാണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചിലപ്പോൾ ചോറ് വെച്ചിട്ടായിരിക്കും വിചാരിക്കുന്നത് അന്ന് ഏത് മീനാണോ കിട്ടിയത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ കൂട്ട് തയ്യാറാക്കാനുള്ളത്. പിന്നെ ചിലപ്പോൾ മീൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ അതിനുള്ള മലക്കറി കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡർ കുറവാണ്. അപ്പോൾ അത് കേശു എഴുന്നേറ്റ് വന്ന് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണത്. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചത് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നല്ലോ, അതിനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നേരെ ഒന്ന് വെളുത്ത് വന്ന് ഞാനീ കൊച്ചു വെളുപ്പാൻ കാലത്ത് പോണത് വേറൊന്നിനുമല്ല, ഒരു വാഴയില എടുക്കണം. ഇന്നലെ ഞാൻ വാഴയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നൊരു കുഞ്ഞ വാഴയില എടുക്കണം. ഈ ഒരു ചെറിയ വാഴയില മതി, ഇതിനേക്കാളും ചെറുത് കിട്ടുമെങ്കിൽ അത് മതി. അങ്ങനെ ആ വാഴയില എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ഈർക്കിലാണ്. അപ്പോൾ നല്ല പച്ചയോലയുടെ ഒരു ഈർക്കിലും അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഈ 2 സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കഴുകിയൊക്കെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചടങ്ങ്, ഇനി ഇത് പിതൃക്കൾക്ക് നമ്മൾ പല്ല് തേക്കാനായിട്ട് വെച്ചു കൊടുക്കണം എന്നൊരു സങ്കല്പത്തിലാണ്. വെള്ളവും പിന്നെ ഒരു ഈർക്കിൽ കഷ്ണവും, പിന്നെ നമുക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് വെച്ച് കൊടുക്കാം. അതല്ല നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയാനായിട്ട് ഉമിക്കരി ആണെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉമിക്കരി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ചടങ്ങ് ഇവിടെ തുടങ്ങണത്. അപ്പം ഇതിനി ആദ്യം വെച്ച് കൊടുക്കട്ടെ. സമയം 6 മണി കഴിഞ്ഞ്. ഇനി ഇതിന് കിഴക്കോട്ട് ഒരു ഇലയിൽ ഈ സംഭവങ്ങളെല്ലാം വെച്ച് കൊടുക്കും. വെച്ചു കൊടുക്കല് കഴിഞ്ഞ്. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ്? ഇവിടത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് ഓരോ നാട്ടിലെ രീതിക്ക് അനുസരിച്ചല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പിതൃക്കള ദിവസമായിട്ടല്ലേ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് ഫുൾ അവർക്കുള്ള കാര്യങ്ങള്. അപ്പൊ ഇനി ഇഡ്ഡലി സാമ്പാറും ഒക്കെ രാവിലെ കാപ്പിയും വെച്ച് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇഡ്ഡലി സാമ്പാറും ഇവിടെ റെഡിയായി. സാമ്പാർ റെഡി ആയില്ല, ഇനി കടുവും കൂടെ വറുത്തെടുക്കണം. ഇഡ്ഡലിയായി. ഇനി നമുക്കൊന്ന് അമ്പലത്തിൽ പോണം. ചേട്ടൻ രാവിലെ ബലിയിടാം, അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ബലിയിടാനൊക്കെ പോയി. അപ്പൊ ഞങ്ങള് സാധനങ്ങളെല്ലാം ഇന്നലെ റെഡി ആക്കി വെച്ചതുകൊണ്ട് ഇന്ന് നമുക്കിനി വേവിച്ചെടുത്താൽ മാത്രം മതി, അധിക ജോലിയൊന്നുമില്ല. അപ്പൊ ഇനി ഇഡ്ഡലി മാറ്റിട്ട് നീ രാവിലെ കാപ്പി വെച്ച് കൊടുക്കും കേട്ടാ. ഇഡ്ഡലി സാമ്പാറും വെച്ച് കൊടുക്കും. അത് പല്ല് വെച്ച് കഴിഞ്ഞിട്ടല്ലേ ഇഡ്ഡലി സാമ്പാറും കൊടുക്കാൻ പറ്റും. കൈവേദന കുറവുണ്ടാകുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ ആ ഒരു ക്ഷീണവും കാര്യമൊക്കെ മാറ്റമുണ്ട്, ഒരുപാട് മാറി. ഈ 2-3 ദിവസം ഞാൻ ഒരുപാട് പാടുപെട്ടു. പിന്നെ അതുമല്ല, നമുക്കിപ്പം സന്തോഷമുള്ള ദിവസങ്ങളല്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാനായിട്ട് മടിച്ചത്. ഓ പഴം വാങ്ങിക്കാം വാ. അവിടെ പടുക്ക ഇട്ടേക്കുന്ന പഴം വേണോന്ന് പറഞ്ഞാണ് കേശു രാവിലെ തൊട്ട് ചിണുങ്ങണത്. ഇനി കോവിലിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് പഴമൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ട് അവനെ കൊണ്ടുവരാൻ. നല്ല സൂപ്പർ ഇഡ്ഡലി കേട്ടോ, നല്ല പഞ്ഞു പോലെ ഇരിക്കും. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ അവിടെ റെഡി ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അവിയലൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാനെന്നല്ല ഇവിടെ അമ്മ അങ്ങനെയാണ് ചെയ്യാറ്. അവിയൽ കട്ട് ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കും. ഇല്ലെങ്കിൽ അമ്മ പറയും അതിൻ്റെ ആ മലക്കറികൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കറുത്ത് പോകും പോലെ തോന്നുന്നു എന്ന് പറയും. കത്തിരിക്ക സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത്. അങ്ങനെ അവിയൽ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇതാ തോരത്തിനുള്ളതെല്ലാം അത് അടുപ്പത്താക്കി. അങ്ങനെ ഓരോരോ ജോലികളായിട്ട് ചെറപ്പറ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം അവിയൽ ഈ അടുപ്പിലാണ് വെച്ചത് കേട്ടോ. നമുക്ക് ഈ അടുപ്പ് മാത്രമേ തീ ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തോരത്തിന് ഞാൻ ഇതുപോലെ സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് തീ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങ് അടച്ച് വെച്ചിരിക്കുകയാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് അവിയലെടുത്ത് അങ്ങ് അപ്പുറത്ത് വെച്ചിട്ട് അടുപ്പിൽ വെച്ച് അവിയൽ അവിടെ റെഡിയായി. അമ്മ ഇനി എല്ലാത്തിനും ഉള്ള അരപ്പ് അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിയലും തോരനും ഒക്കെ റെഡിയായി. ഇനിയിപ്പോൾ പരിപ്പ് വയ്ക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് പരിപ്പ് വയ്ക്കണത്. എന്ത് ചെയ്യുന്നത് വെച്ചാൽ പയറും കൊച്ചുള്ളിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കും. നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് അതിൽ പിന്നെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പരിപ്പിന് അരയ്ക്കുമല്ലോ, വെളുത്തുള്ളിയും അതുപോലെ ഒരു അല്പം ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ചിട്ട് പരിപ്പിനെ അരയ്ക്കും. അരച്ചതിന് ശേഷം
അതൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ ഈ വെന്ത് കിടക്കുന്ന പയറും കൂടെ ഒന്നിങ്ങനെ ഒന്ന് കറക്കിയെടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തൊക്കെയാണ് പരിപ്പ് കറി വെക്കുന്നത്. അപ്പോഴേക്ക് ചേട്ടൻ എന്താ ബലിയൊക്കെ ഇട്ടിട്ട് ഒരു 7 മണി കഴിഞ്ഞപ്പോഴേക്ക് ആളെത്തി. വന്നപ്പോഴേക്കും ഒരു വലിയ വാളമീനും കൊണ്ടാണ് ആൾ വന്നിരിക്കുന്നത്. അങ്ങനെ വിളക്ക് കത്തിച്ചിരിക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ കൊണ്ട് കയറാണ്ട് അടുക്കള സൈഡ് വഴി കൊണ്ടുവരെയാണ് ചേട്ടൻ. അങ്ങനെ മീനും കിട്ടി. മീനുമൊക്കെ ഞങ്ങൾ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്ക് പിന്നെ ഈ വർഷം തൊട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചത് കോവയ്ക്കയാണ്. നമുക്ക് അറിയില്ലായിരുന്നു കോവയ്ക്കയും കൂടെ വെച്ച് കൊടുക്കണം എന്നുള്ളത്. ഇത് പച്ചടിക്കുള്ളത് അവിടെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചടിക്കുള്ള അരപ്പൊക്കെ അമ്മ അവിടെ റെഡിയാക്കി വെച്ച്. ഇനി പച്ചടി എന്താ ഏകദേശം റെഡിയായി. ഇതൊക്കെ നമ്മൾ പിന്നെ അരപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ വേവിക്കൂ, പിന്നെ ഒന്ന് തിളപ്പിക്കൂലല്ലോ. അങ്ങനെ പച്ചടിയെല്ലാം നല്ലതുപോലെ വെന്ത് അരപ്പും കൂടെ ഒഴിച്ചെടുത്താൽ നല്ല സൂപ്പർ പച്ചടിയായി. ഇനി കോവയ്ക്കയുടെ കഥ പറഞ്ഞില്ല. കോവയ്ക്കയുടെ കഥ ഇപ്പോഴാണ് എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നത്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ രസവടയാണ് കേട്ടോ. രസവട നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. രസവട, ഇഡ്ഡലി, സാമ്പാറും ഒക്കെ റെഡിയായി. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും ഉഴുന്നുവടയുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും അമ്മയുടെ പറഞ്ഞ അമ്മ നമുക്ക് രസവട ആക്കാമെന്ന്. ഈ രസവടയൊക്കെ നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ സംഭവങ്ങളാണ്. നമുക്ക് മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഞാൻ രസവടയുടെ റെസിപ്പിയൊക്കെ ഇട്ടേക്കാം. പിന്നെ കോവയ്ക്കയുടെ കാര്യം പറഞ്ഞില്ലേ, അയ്യോ അതിനു മുമ്പ് ഇതും കൂടെ പറഞ്ഞു വിട്ട്. ഇനി ഇതിന് നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു ഇഡ്ഡലിയും സാമ്പാറും രസവടയും ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കും അതെല്ലാം നമ്മൾ പിതൃക്കൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അമ്മ അതും കൊണ്ട് വന്നപ്പോഴേക്കും ഞാൻ ഈ പല്ല് തേക്കാനായിട്ട് വെച്ച് കൊടുത്ത സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് അവിടെ നിന്ന്. അതിന് ശേഷമാണ് ഇഡ്ഡലി സാമ്പാറും രസവടയും കൂടെ വെച്ച് കൊടുത്തത്. അതിനുശേഷം ഞങ്ങളിത് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി. കേശുവിന് രാവിലെ തൊട്ടേ ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുണം പിഴച്ച് നിൽക്കുകയാണ് രാവിലെ മുതൽ. മോന് വയ്യായികയുണ്ട്, ഒരു ചെവി വേദനയൊക്കെ വീണ്ടും വന്നായിരുന്നു മോന്. അപ്പോൾ ചെവിയിൽ നിറയെ വാക്സ് ഇരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 ദിവസം മരുന്ന് ഒഴിച്ചിട്ട് ഇനി അത് പോയി വാക്സൊക്കെ റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് ഞങ്ങളിതാ പോവുകയാണ് അമ്പലത്തിലോട്ട്. അപ്പോൾ ഇനി കോവയ്ക്കയുടെ കഥ പറയാം. കോവയ്ക്കയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വാവിന് വെച്ച് കൊടുക്കുമ്പോൾ കോവയ്ക്ക ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണെന്ന്. കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അമ്പലത്തിൽ എത്തിയേട്ടാ. എല്ലാം കൂടെ അതിൻ്റെ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. പിന്നെ കണ്ടില്ലേ, ഞാൻ എപ്പോഴും പറയും പോലെ താഴോട്ട് ഇറങ്ങുമ്പോൾ നല്ല രസമാണ്. ഈ പവിഴമല്ലി പൂക്കൾ നിറയെ വീട് കിടക്കും, ഞാൻ എപ്പോഴും പറയണതാണ്. എന്നാലും ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ചിലപ്പോൾ എനിക്ക് മാത്രമേ തോന്നുള്ളാന്ന് അറിയില്ല. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ഒരു ഭംഗി തോന്നണമെന്നില്ല. അത് ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ തോന്നുള്ളൂ. തറയിൽ ഫുള്ള് ഇതാകണ്ട പവിഴമല്ലിയാണ്. അപ്പോൾ പവിഴമല്ലി തറയിലാണ് ഇവിടെ താഴത്തെ ഉപദേവതകളൊക്കെ ഇരിക്കണത്. തിരിച്ചറിയാവതുമല്ല യാതൊരുത്തൻ അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് അവിടെ അമ്മ വായിക്കുന്ന രാമായണമൊക്കെ കേട്ടോണ്ട് നിന്നിട്ട് ഞങ്ങളിതാ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്ക് ഇതാ കണ്ട കാഴ്ചയാണ്. കാക്ക വന്നിട്ട് അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ കാക്കകൾ വന്ന് ഇന്നത്തെ ദിവസം ഇത് സ്വീകരിക്കുമ്പോഴേക്കും. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു അതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ഈ കാക്കകൾ വന്ന് ബലിച്ചോറ്, അല്ലെങ്കിൽ നമ്മൾ കാക്കകളെ എന്തിനാണ് പിതൃക്കളായിട്ട് സങ്കല്പിക്കുന്നത് എന്നുള്ളതിന് അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ ഒരു ഐതിഹ്യമുണ്ട്. മഹിരാവണൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ ഇങ്ങനെ കഠിന തപസ് ചെയ്തിട്ട് ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി. ബ്രഹ്മദേവൻ്റെ കയ്യിൽ നിന്ന് വരങ്ങളെല്ലാം വാങ്ങി. അപ്പോൾ ബ്രഹ്മദേവൻ കൊടുത്ത ആ വരങ്ങളുടെ ബലത്താൽ ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ യമധർമ്മനെ തന്നെ ആക്രമിച്ചു. അപ്പോൾ പേടിച്ചു പോയ യമധർമ്മൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കാക്കകളുടെ രൂപത്തിലാണ് മഹിരാവണൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ തന്നെ സഹായിച്ച കാക്കകളോടുള്ള ഒരു പ്രത്യുപകാരമായിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, ഈ കർക്കിടക വാവ് ദിവസം കാക്കയൂട്ട് നടത്തിയാൽ, അതായത് കാക്കകൾക്ക് ചോറ് കൊടുത്താൽ ആ അന്നം കാക്കകൾ സ്വീകരിക്കുന്നത് വഴി പിതൃക്കളെല്ലാവരും സംതൃപ്തരാകും എന്നൊരു വരം കാക്കകൾക്ക് കൊടുത്തു. അങ്ങനെയാണ് ഈ ദിവസം കർക്കിടക വാവ് ദിവസം, അല്ലെങ്കിൽ ഈ ബലിതർപ്പണ സമയത്തെല്ലാം നമ്മൾ കാക്കകളെ പിതൃക്കളായിട്ട് കണ്ട് കാക്കയൂട്ട് നടത്തുന്നത് എന്നാണ് ഒരു വിശ്വാസം. അങ്ങനെ എന്തായാലും നമ്മൾ വെച്ച് ഇഡ്ഡലി സാമ്പാറുമൊക്കെ കാക്കകൾ വന്ന് കഴിച്ച് എന്തൊക്കെയായിരുന്നാലും നമുക്ക് അത് കാണുമ്പോഴേ ഒരു തൃപ്തി വരുള്ളൂ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അതാ കാപ്പി കുടിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇഡ്ഡലിയും സാമ്പാറും രസവടയും കൂടെ കൂട്ടി അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെ ഞാൻ രസവട കാണിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഞാൻ നേരത്തെ കോവയ്ക്കയുടെ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ പിന്നിലുള്ള കഥ ഇങ്ങനെയാണ്. പറയപ്പറ്റ് പന്തിരുകുല ഇല്ലേ, പന്തിരുകുലം എന്ന് പറഞ്ഞാലും മനസ്സിലാവുമല്ലോ. 12 ജാതിയിലാണ് 12 പേരും വളർന്നത്. അതിൽ നാറാണത്തെ ഭ്രാന്തനും ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ അവർ രണ്ടുപേരും അവരുടെ ഈ പന്തിരുകുലത്തിൽ അവരുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവർ 12 പേരും ഒത്തുകൂടുന്നത് ഇവർക്ക് ബലിയിടാൻ വേണ്ടി മാത്രമാണെന്നാണ് പറയാറ്. അങ്ങനെ ഒരു ദിവസം ഇവർ ബലിയിടാൻ വേണ്ടി ഒത്തുകൂടിയ സമയത്ത് 12 പേരും 12 കൂട്ടം സാധനങ്ങളുമായിട്ടാണ് വരണത്. വന്ന് അച്ഛനും അമ്മയ്ക്കും തർപ്പണമൊക്കെ നടത്തിയിട്ട് ഈ സംഭവങ്ങളാണ് അവർ നേദിക്കണത്. ഒരിക്കൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നാറാണത്ത് ഭ്രാന്തന് ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും വെച്ച് കൊടുക്കണമല്ലോ, എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ. ബാക്കി 11 പേര് സാധനങ്ങളുമായിട്ടായിരിക്കും വരണത്. ആ സമയത്ത് നാറാണത്ത് ഭ്രാന്തൻ നോക്കിയ സമയത്ത് ഒരു പശു നിൽക്കുന്നത് കണ്ടെന്നും പശുവിൻ്റെ അകിട് അറുത്ത് കൊണ്ട് വന്നിട്ട് ആ പന്തിരുകുലത്തിൽ ഒരു പെണ്ണുണ്ടല്ലോ, അപ്പോൾ ആ ആളിൻ്റെ കയ്യിൽ, നാറാണത്ത് ഭ്രാന്തൻ്റെ സഹോദരിയുടെ കയ്യിൽ ഇത് കൊണ്ട് കൊടുത്തിട്ട് ആളിങ്ങനെ പറഞ്ഞ് ഇത് നീ കൊണ്ട് കുഴിച്ചിടണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആളത് കുഴിച്ചിട്ട സമയത്ത് അതിൽ നിന്ന് മുളച്ച് വന്നതാണ് കോവൽ ചെടിയെന്നും അതിലെ കായ്കളാണ് ഈ കോവയ്ക്കായിട്ട് മാറിയതെന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പോൾ ഇതൊക്കെ കഥകളാണ്. ഇതിൽ എത്രത്തോളം കാര്യങ്ങളുണ്ടെന്ന് അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു അത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെയാണോ ചേച്ചി പറയണമെന്നൊന്നും പറയരുത്. ഇതൊക്കെ നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കഥകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ കോവയ്ക്ക് നമ്മൾ ഈ തർപ്പണ സമയത്ത് നേദിക്കണം അല്ലെങ്കിൽ വെച്ച് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ കഥയും ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത്. ഈ വർഷമാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും അതുപോലെ ചെയ്യാനും ഒക്കെ ഇഷ്ടം കൂടുതലാണ്. അതുകൊണ്ട് ഈ സമയം തൊട്ട് ഞങ്ങൾ കോവയ്ക്കയും മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അമ്മ അവിടെ വാള മീനൊക്കെ കട്ട് ചെയ്ത് അത് പൊരിക്കാനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പായസം കൂടെ വെച്ചാൽ മതി. നമ്മുടെ ബാക്കി സകല ജോലികളും കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ വെർമസിലിയുടെ കിറ്റാണ് വാങ്ങിയത്. അപ്പോൾ ആ കിറ്റ് 2 കവർ പാലൊക്കെ പൊട്ടിച്ച് പാല് കാച്ചി എടുത്തിട്ട് ആ കിറ്റ് അങ്ങോട്ട് തട്ടിക്കൊടുത്താൽ മതിയല്ലോ. കിറ്റ് വാങ്ങുമ്പോഴത്തേക്ക് വേറെ പിന്നെ അധിക ജോലിയൊന്നും ഇല്ലല്ലോ. എന്നാലും എനിക്ക് ഈ പറയും പോലെ സേമിയ അല്ലാണ്ട് വാങ്ങിച്ച് ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. പിന്നെ ചേട്ടൻ പറഞ്ഞ് കുഴപ്പമില്ല, നീ ഇന്ന് കിറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയെന്നേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം കൂടെ തട്ടി പൊട്ടിച്ച് അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്ത് അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ കാര്യം ശുഭം, കാര്യം റെഡി ആയി കഴിഞ്ഞ്. അങ്ങനെ ഇനി പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയും പോലെ നമ്മൾ മിക്കവാറും വാവിന് കടലപ്പായസമാണ് വെക്കാറ്. പക്ഷേ കേശുവിന് ഇന്ന് മോന് ഈ പാൽപ്പായസമാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ വിചാരിച്ച് എന്തായാലും പാൽപ്പായസം അല്ലെങ്കിൽ നമ്മളെ വെർമസിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി ഓണം വരെയല്ലേ, കഴിഞ്ഞ വർഷം വരെ ഓണത്തിന് നമ്മൾ തിരുവോണത്തിന് നിന്ന് മാത്രമേ നമ്മുടെ വീട്ടിലുണ്ടാവുകയുള്ളൂ. ബാക്കി തിരുവോണത്തിൻ്റെ രാത്രി നമ്മൾ എല്ലാ വർഷവും ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് അതാണ് പതിവ്, നമ്മൾ ടൂറ് പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ വയനാടാണ് പോയത്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ വയനാട് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. കാരണം അടുത്ത മാസം ഓണം ആയില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ തൊട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ വയനാട് പോകണം. അപ്പോൾ വയനാടുള്ള സ്ഥലങ്ങൾ ഫുള്ള് നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് ഈ മുണ്ടക്കയിലുള്ള ഒരു ഉടൻ ബ്രിഡ്ജ് പാലം ഉണ്ടായിരുന്നു. നമുക്ക് കുറേ റീൽസ്, ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ടാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളിലോട്ട് പോകണമെന്നൊരു ആഗ്രഹം തന്നെ ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ ആ പാലത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ വയനാടിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടൂർ പോകും പോലെയല്ല. വയനാട് പോകുമ്പോഴേക്കും അവിടെ സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഭയങ്കരമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ സൂചിപ്പാറ വാട്ടർഫോൾസിൽ നിന്നിട്ട് നമ്മൾ അടുത്ത് ബാണാസുര സാഗറിൽ പോകണമെന്നുണ്ടെങ്കിൽ 50-60 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം അടുത്ത് എത്താനായിട്ട്. നമ്മളിപ്പോൾ മൂന്നാർ പോയതോ വാഗമൺ പോയതോ അല്ലെ കൊടൈക്കനാൽ പോകണതോ ഒക്കെ നമുക്ക് അടുത്തടുത്തടുത്തുണ്ട് സ്ഥലങ്ങൾ. നമ്മൾ കാണേണ്ട സ്ഥലങ്ങളെല്ലാം നമുക്ക് അടുത്തടുത്ത്. പക്ഷേ വയനാട് അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ ഈ മേപ്പാടിയിലായിരുന്നു നമുക്ക് ഹോം സ്റ്റേ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെയാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഇപ്പം നോക്കുമ്പോഴേക്ക് രക്ഷാപ്രവർത്തകർ ക്യാമ്പുകളും എല്ലാം മേപ്പാടിയിലല്ലേ. അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ടൂറ് പോയ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ വയനാട് എന്ത് ഭയങ്കര ഇതായിട്ടാണ് വയനാട് ടൂറ് പോയതൊക്കെ. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാനീ പറയും പോലെ ചുമ്മാ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയണതിലൊന്നും ഒരു കാര്യവുമില്ല. സങ്കടം നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. ചുമ്മാ നമ്മൾ അയ്യോ വിഷമമെന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യങ്ങളുമില്ല. എന്തായാലും ഇനി ഒരു ദുരന്തം അവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ പറയും പോലെ പറയാം. അവിടെ നിന്നല്ല ഒരു സ്ഥലത്തും
ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായാൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരെയും അങ്ങ് കൊണ്ടുപോകാത്തത് കുറച്ച് പേര് എന്തിനാണ് ഈ ബാക്കി വെച്ചിരിക്കുന്നത്. ആ മരിച്ചുപോയവർക്ക് അവരൊക്കെ ഭാഗ്യം ചെയ്തവരെന്ന് വേണം പറയാം. അവരൊന്ന് എന്താണ് സംഭവിക്കണമെന്ന് അറിയുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ബാക്കി ഈ തെന്നിയും തെറിച്ച് അവരിനി എങ്ങനെയാണ് അവിടെ ജീവിക്കണത് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അതിനെപ്പറ്റി പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാ മീനൊക്കെ പൊരിച്ച് വെച്ച് ഞങ്ങളുടെ ഇവിടുത്തെ ജോലികളൊക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാ സംഭവങ്ങളും ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പരിപ്പാണ്. പരിപ്പ് റെഡിയായി. പിന്നെ ഇനി അപ്പോഴാണ് ചേട്ടനും കേശുവും കൂടെ ഇത് കഴിഞ്ഞിട്ട് നേരെ പനീരമുട്ടി പോയിട്ട് വന്നിട്ട് നേരെ കോലത്തുകര അമ്പലത്തിൽ പോയായിരുന്നു. അപ്പോൾ കോലത്തുകര പോയപ്പോഴേക്കും അവിടെ നിന്ന് പായസമൊക്കെ കിട്ടി. കേശു എന്ന് ചെല്ലുമ്പോഴും അവിടെ നിന്ന് പായസം ചോദിക്കും. മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് 10 മണി കഴിഞ്ഞാലേ പായസമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെയും ബലിയുണ്ട്. കോലത്തുകര അമ്പലത്തിലും ബലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അവർ ചെന്നപ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് പായസം കിട്ടി. പാൽപ്പായസവും കടമ്പായസവുമാണ് കിട്ടിയത്. അങ്ങനെ അത് രണ്ടും കൂടെ കേശുവിനും കൊടുത്തിട്ട് ഞാനും കഴിക്കുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു പ്രത്യേക സ്വാദാണ് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. എന്ത് ആഹാരമായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ചിലപ്പോഴും നമ്മൾ പനീരമുട്ടിൽ പോയിട്ട് ലേറ്റായിട്ട് വരുമ്പോൾ അവിടെ നിന്ന് പടച്ചോറ് അല്ലെങ്കിൽ നേദ്യച്ചോറ് തരും. അത് കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ ഉപ്പ് പോലും ഇല്ലാതെയാണല്ലോ നമ്മൾ നേദ്യത്തിനായിട്ടൊക്കെ വെക്കുന്നത്, നിവേദ്യച്ചോറ്. അപ്പോൾ ഞങ്ങൾ അത് കൊണ്ടുവന്നിട്ട് സാമ്പാറും കൂട്ടി അല്ലെങ്കിൽ ഒരു തൈരും അച്ചാറും കൂട്ടിയൊക്കെ കഴിക്കും. എൻ്റെ പൊന്നോ ഭയങ്കര രുചിയായിട്ട് തോന്നും. ഒരു പ്രത്യേക ഒരു രുചിയാണ് അതിനെല്ലാം. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ രസമായിട്ടുണ്ട്. പപ്പടം പിന്നെ ബോളി വെച്ചിട്ടുണ്ട്. ചോറ് റെഡിയായി. ക്യാബേജ് തോരൻ റെഡിയായി. ഇത് നാരങ്ങ അച്ചാറാണ്. സാമ്പാറായിട്ടുണ്ട്. മീൻ പൊരിച്ചതായിട്ടുണ്ട്. പിന്നെ അവിയൽ റെഡിയായിരിക്കുകയാണ്. പിന്നെ അത് പരിപ്പാണ്. മാങ്ങ അച്ചാറ്, പുളിശ്ശേരി, ഇഞ്ചിക്കറി, പിന്നെ പച്ചടി, ഇതെല്ലാം സംഭവങ്ങളൊക്കെ റെഡിയായി. ഇനി നമ്മൾ ഇവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നിടത്ത് ഒന്ന് തൂത്ത് തളിച്ച് അവിടെ ഒന്ന് ശുദ്ധിയാക്കും. നമ്മൾ തളിച്ചിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അപ്പോൾ തളിച്ച് ശുദ്ധിയാക്കിയിട്ട് 3 ഇലയിലാണ് സാധാരണ വെച്ച് കൊടുക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് 3 ഇലയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇലയൊക്കെ ഞാൻ ഇനി കഴുകി തുടയ്ക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ആകെ 3 ഇലയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ നന്ദു അനന്തമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഇന്ന് ഇവിടെയാണ് വാവാഘോഷം. അങ്ങനെ ചേച്ചിക്ക് ഒക്കെ പനിയായിട്ട് കിടക്കുകയായിരുന്നു. സുഖമില്ലാത്തതുകൊണ്ട് അവരിന്ന് അവിടെ ഒന്നും വേവിച്ചതും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ഇവിടെ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വിളമ്പി, നാരങ്ങ വിളമ്പി, ബാക്കി സംഭവങ്ങളൊക്കെ എല്ലാം ഓരോന്നായിട്ട് ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, കിച്ചടി, അവിയൽ, സാമ്പാർ. നമ്മൾ ഈ സദ്യ വിളമ്പണതിനൊരു രീതിയുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് സദ്യ വിളമ്പണതിനൊരു ഓർഡറുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് സദ്യ വിളമ്പണ രീതിയാണ്. കുറച്ചും കൂടെ നിങ്ങൾ വടക്കോട്ടൊക്കെ വരുമ്പോഴേക്ക് കുറച്ചും കൂടെ മാറ്റം ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഗുരുവായൂരോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഏതെങ്കിലും കല്യാണത്തിന് വരുമ്പോഴെല്ലാം അവിടെ സദ്യ വിളമ്പുമ്പം പരിപ്പ് ഒഴിക്കാറില്ലല്ലോ. പരിപ്പിന് വേറെ ഡയറക്റ്റായിട്ട് സാമ്പാറാണല്ലോ ഒഴിക്കണത്. നമ്മുടെ രീതി അങ്ങനെയല്ല. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആദ്യം ചോറിടും. ചോറിട്ടതിന് ശേഷം അതിലോട്ട് നമ്മൾ ആദ്യം പരിപ്പാണ് ഒഴിക്കുന്നത്. പരിപ്പ് ഒഴിച്ചിട്ട് അതിലൊരല്പം നെയ്യ് ഒഴിക്കും. അതിന് ശേഷം അത് പിന്നെ നമ്മൾ ഈ പരിപ്പും ചോറും ആ നെയ്യും കൂടെ ചേർത്ത് കഴിച്ചതിന് ശേഷമാണ് രണ്ടാമത് ചോറിടുമ്പോഴാണ് അപ്പോഴാണ് സാമ്പാർ ഒഴിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ 3ാമതും വാങ്ങാം. അപ്പോഴാണ് പുളിശ്ശേരിയുടെ രംഗപ്രവേശം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സാമ്പാറും പുളിശ്ശേരിയൊക്കെ ഒരുമിച്ച് തന്നെ വാങ്ങും. പിന്നെ കഴിക്കാനായിട്ടങ്ങ് എടുക്കും. പിന്നെ ഒരു പഴം വയ്ക്കും, ചിപ്സ് വയ്ക്കും, പിന്നെ ഉപ്പേരി വയ്ക്കും. ഇതൊക്കെയാണ് ഈ രീതിയിലാണ്. കണ്ടല്ലോ ഇപ്പോൾ ഈ വിളമ്പി വെച്ചിരിക്കണ്ടല്ലോ. ഒരു പഴം, ചിപ്സ്, ഉപ്പേരി. ചിപ്സ് എന്ന് പറഞ്ഞാൽ ഏത്തയ്ക്ക ചിപ്സ് ഉണ്ടല്ലോ, അത് ഉപ്പേരി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വടക്കോട്ടൊക്കെ നിങ്ങൾ ഉപ്പേരി എന്ന് പറയുന്നത് തോരത്തിനാണ്. ഞങ്ങൾ ഉപ്പേരി എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എന്ത് പറയാനായിട്ട് അതിന് ഈ ഏത്തക്കയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം ഇല്ല, അതിനെയാണ് നമ്മൾ ഉപ്പേരി എന്ന് പറയണത്. അതെല്ലാം നമ്മൾ വിളമ്പി വെച്ചിട്ട് അപ്പോൾ സദ്യ എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ആ ഡോറ് ക്ലോസ് ചെയ്തിട്ട് നമ്മളെല്ലാവരും പുറത്തിറങ്ങി നിൽക്കും. അപ്പോഴേ പിതൃക്കൾ വന്ന് അത് കഴിക്കുകയാണ് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോഴേക്കും നമുക്ക് ഇല തികയില്ലല്ലേ. അങ്ങനെ വീണ്ടും നമ്മളിപ്പോൾ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മളിങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. കതവെല്ലാം ഡോറെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. ഇനി കാക്കയ്ക്കും ചോറ് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത ചോറൊക്കെ എടുത്ത് മാറ്റി, ചോറല്ല രാവിലെ കാപ്പി വെച്ച് കൊടുത്തില്ലേ, അതൊക്കെ എടുത്ത് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അടുത്തൊരു ഇല ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കാക്കയ്ക്ക് വെച്ച് കൊടുക്കുമ്പോൾ ചോറും പരിപ്പും പപ്പടവും മാത്രമേ വെച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ചോറും പരിപ്പും പപ്പടവും കൂടെ ആയിട്ട് ഇനി കാക്കയ്ക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതും കാക്ക വന്ന് കഴിച്ചാൽ മാത്രമേ നമുക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ അയ്യോ എന്തെങ്കിലും കുഴപ്പമുണ്ട്. ഈ 21ാം നൂറ്റാണ്ടായിരുന്നാലും ഇനി എത്ര നൂറ്റാണ്ടുകൾ യുഗങ്ങൾ പോയാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക്
നമ്മുടെ അടിസ്ഥാനം ഇതിലൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേർക്ക് ചിലപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ എന്തോ ആണ് കാണിക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ ഒരു ജീവിത രീതി ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ എന്നിട്ട് ഡോറ് തുറക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഡോറിൽ തട്ടിയതിന് ശേഷം, അപ്പോൾ കേശവനെ കൊണ്ടാണ് ജയിച്ചതാണ്, ഡോറിൽ തട്ടി നമ്മൾ അകത്തോട്ട് വരെയാണ് എന്നുള്ളൊരു അനുവാദമാണ് ആ തട്ടൽ. അതിന് ശേഷമാണ് അകത്തേക്ക് കയറണത്. ഇതാ കണ്ടില്ലേ, കേശു ഓടി വന്ന് ഇലയിൽ ഇരുന്നത് കഴിക്കാനൊന്നുമല്ല. പണ്ട് നമ്മളും ഇങ്ങനെയല്ലേ, നമുക്കും ഇങ്ങനെ അയ്യോ ഇതൊക്കെ വിളമ്പി വയ്ക്കുമ്പോൾ തൊട്ട് എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി എന്നായിരിക്കും. ഈ സദ്യ കഴിക്കാനായിട്ട് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണല്ലോ. എല്ലാം കൂടെ അവിടെ പൊടിച്ച് വെച്ചിട്ട് അവൻ എഴുന്നേറ്റ് പോവും. ഇനി ആ മോൻ കഴിച്ച ഇലയിൽ എനിക്ക് കഴിക്കണം. അങ്ങനെ നമ്മുടെ കർക്കിടക മാവ് ആഘോഷങ്ങൾ ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇതുപോലെയൊക്കെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴേക്കും ഒരു സന്തോഷമാണ്. നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് വാവിൻ്റെ അന്ന് നമ്മൾ മാത്രമായിരിക്കില്ല, നമുക്ക് ആരെങ്കിലും കാണും കൂട്ടത്തിൽ. അപ്പോൾ പഴയ വീഡിയോകളൊക്കെ കാണുമ്പോഴറിയാം നമ്മൾ വാവിൻ്റെ അന്ന് നമുക്ക് വാവിൻ്റെ അന്ന് എന്ന് മാത്രമല്ല, നമുക്ക് എന്ത് ആഘോഷം വന്നാലും നമുക്ക് മാത്രമായിട്ട് ഒരു ആഘോഷം ഭയങ്കര മടിയുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ആഘോഷിക്കുമ്പോഴേക്ക് നമുക്ക് ചുറ്റും എല്ലാവരും വേണം, അതാണ് നമ്മുടെ ഒരു സന്തോഷം. പക്ഷേ ഈ വർഷം മാത്രമാണ് രമ്യ ചേച്ചി മക്കളുമൊക്കെ വാവിനുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇതുപോലെ അവർക്ക് ആഘോഷമുള്ളതല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം അവർക്ക് എല്ലാവർക്കും വയ്യാതെയൊക്കെ ആയതിൻ്റെ പേരിലാണ് അവർക്ക് ആഘോഷങ്ങളും വെച്ചു കൊടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതായിപ്പോയത്. അതുകൊണ്ടാണ് അവരുള്ളത്. അല്ലെങ്കിൽ അവരൊന്നും വാവിന് കാണുകയില്ല. എല്ലാവരുടെ വീട്ടിലും അവരുടേതായ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷവും നമ്മൾ തനിച്ചല്ലായിരുന്നു, നമ്മൾ അടുത്തുള്ള 2 പേരുണ്ടായിരുന്നു. അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞിട്ട് ബോളിയും, അതിൽ ഈ ബോളി ഉണ്ടല്ലോ അത് നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഈ ബോളിയിൽ അങ്ങ് പായസം ഒഴിക്കണം. പാൽപ്പായസത്തിൽ മാത്രമേ ബോളി ഒഴിച്ച് കഴിക്കുകയുള്ളൂ. ബോളിയിൽ പാൽപ്പായസം മാത്രമേ ഒഴിച്ച് കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സേമിയ പായസം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം. നമ്മൾ തിരുവനന്തപുരംകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ബോളിയും പാൽപ്പായസവും. പിന്നെ നമ്മുടെ പഴവങ്ങാടിയിൽ നമ്മൾ സിറ്റിക്കകത്തൊക്കെ വരികയാണെങ്കിൽ മഹാബോളിയൊക്കെ കിട്ടും, അതൊക്കെ ഇതിനേക്കാളും കിടിലനാണ്. അപ്പോൾ ബോളിയും സേമിയയും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ചില സമയത്ത് ഈ ബോളി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ നമ്മൾ ഈ പൂന്തി എന്ന് പറയുന്ന സംഭവം ഇല്ലേ, നമ്മൾ ലഡു ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു സംഭവം അതിട്ടിട്ട് അതിൽ പാൽപ്പായസം ഒഴിച്ച് കഴിക്കും. അതും ടേസ്റ്റാണ്. പക്ഷേ അതിനേക്കാൾ കിടിലൻ ഈ ബോളിയിൽ പാൽപ്പായസം ഒഴിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സദ്യവട്ടങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനിയാണ് ജോലി. ഈ ഒതുക്കലുണ്ടല്ലോ, വേവിക്കലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയും കാര്യങ്ങളുമാണ്. അത് കഴിഞ്ഞുള്ള ഈ ഒതുക്കലും കാര്യങ്ങളും മാത്രം കഴിവല്ലോ, അയ്യോ അതാണൊരു വല്ലാത്ത ജോലി. പക്ഷെ അതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും ഒക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് രമ്യ ചേച്ചി നന്ദു ഇപ്പോൾ പോവും, അനന്തു ഇന്നിവിടെ കാണും. ഇനി ഈ ഡൈനിങ് ടേബിളൊക്കെ എല്ലാം ഫുള്ള് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ച് എല്ലാം ചെയ്താൽ മാത്രമേ നമ്മുടെ ജോലികൾ ഫുൾ തീർന്ന് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടേക്ക് ഒരു ചൊല്ലുണ്ട്, ഇനി അത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ട ക്ഷീണം തെണ്ടിക്കും കാണുമെന്ന് പറയും. അതുപോലെ തന്നെ ഉണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്, എങ്ങോട്ടെങ്കിലും അങ്ങ് കിടന്നാൽ മതി എന്നാണ് തോന്നണത്. അപ്പോൾ നമ്മുടെ ആ സദ്യവട്ടം കഴിക്കുമ്പോഴേക്കും അതിൽ നമുക്ക് വേറെ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ലാസ്റ്റ് ആകുമ്പോഴേക്ക് രസം, മോര്, അച്ചാറുകൾ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ സംഭവങ്ങളെല്ലാം കഴിക്കുമ്പോൾ അതെല്ലാം ബാലൻസ് ആവാനുള്ള കാര്യങ്ങളാണ് ഈ സംഭവങ്ങളെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ സദ്യ കൊണ്ട് കഴിഞ്ഞ് ലാസ്റ്റ് രസവും മോരും കൊണ്ടുവരുന്നത്. അതൊക്കെ കഴിക്കുമ്പോഴേക്കും നമുക്ക് ഈ ദഹന പ്രക്രിയയൊക്കെ നല്ല രീതിയിൽ നടക്കും എന്നാണ്. അങ്ങനെ ആ റൂമെല്ലാം ഒതുക്കി, ഇനി കുറച്ച് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കളയും എല്ലാം ഒതുക്കി കഴിഞ്ഞാൽ ഒരാശ്വാസമായി. അങ്ങനെ ഒരു വാവുള്ളതും തീർന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്ന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോഴേക്കും അച്ഛൻ അച്ഛൻ പറയും എവിടെ കാരണം നിവർത്തിയില്ലെന്നാണ് അച്ഛൻ പറയണത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇന്ന് കടലപ്പായസമായിരുന്നു, ഇവിടെ നിന്ന് കുറച്ച് കടലപ്പായസമൊക്കെ കുടിക്കണം. പിന്നെ ഇവിടെ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവരും വാവിൻ്റെ എന്തെന്ന് വീട്ടിൽ വരില്ല, അവർക്കും അച്ഛനും അമ്മയ്ക്കും ബലിയുണ്ട്, അവർക്ക് ബലിയിടാനൊക്കെ പോയി വെച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എൻ്റെ മുടി കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. പണ്ട് ഈ മുടിയെ അമ്മയായിരുന്നു സൂക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ട് നടന്നത്. അന്ന് എനിക്കിങ്ങനെ പനങ്കുല പോലെ മുടി ഉണ്ടെന്നൊന്നും പറയാനില്ല, ഇന്നുമില്ല. അത്യാവശ്യത്തിന് എനിക്ക് ആവശ്യമുള്ള മുടി മാത്രമേ അന്നും ഇന്നും ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പറയും പോലെ എന്നെ എണ്ണയായിരുന്നാലും അനിയത്തിയായിരുന്നാലും ഷാമ്പു തലയിൽ തൊടാൻ അമ്മ സമ്മതിക്കൂല, ഒരു ദിവസം പോലെ എണ്ണ തേക്കാതിരിക്കാനായിട്ട് സമ്മതിക്കൂല. ഇപ്പം നമ്മൾ നമ്മുടേതായ രീതി ആയപ്പോഴേക്ക് എണ്ണയൊക്കെ ഞാൻ ആഴ്ചയിൽ 1-2 ദിവസമാണ് തേക്കണത്. അപ്പോൾ മുടി ഇങ്ങനെ പാറി പറന്ന് കിടക്കണ കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് ദേഷ്യം. അമ്മ എന്നെ അവിടെ പിടിച്ചിരുത്തി മുടിയൊക്കെ കണ്ട എല്ലാം അതിൻ്റെ ആ ഉടക്കൊക്കെ മാറ്റി, ഉടക്കൊന്നുമില്ലായിരുന്നു എന്നാലും അമ്മയ്ക്കത് കാണുമ്പോൾ അമ്മയുടേതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അമ്മ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല സുഖമാണല്ലോ, തലയിൽ ഇങ്ങനെ ആരെങ്കിലും നോക്കി തരേ അല്ലെങ്കിൽ തല ഇങ്ങനെ തടവി തരയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സുഖവുമാണ്. അങ്ങനെ അനന്തവും കേശുവും കൂടെ അവിടെ ഓടി നടന്ന് കളിക്കുകയാണ്.
അപ്പോൾ ഇവിടെ വരുമ്പോഴാണല്ലോ അവർക്കിങ്ങനെ കളിക്കാൻ സ്ഥലമുള്ളത്. അങ്ങനെ ദാ ഇനി കുറച്ച് കടലപ്പായസം കൂടെ കുടിക്കണം. കടലപ്പായസം കൂടെ കുടിച്ചിട്ട് ഇപ്പോഴേ വയറ് ഫുള്ളാണ്. സദ്യ കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈശ്വര അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ പറയും പോലെ തൊണ്ട വരെ നിറഞ്ഞ് അത്രയ്ക്കായിരുന്നു കഴിച്ചതും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറികളൊക്കെ. നമ്മൾ തന്നെ വെച്ചിട്ട് നമ്മൾ തന്നെ രുചിയെന്ന് പറയാൻ പാടില്ലല്ലോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുടിച്ച് അമ്മ കൊണ്ട് അനന്തൂനും കൊടുക്കുകയാണ് കടലപ്പായസം. അതൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. തിരിച്ചു വന്നപ്പോഴേക്ക് ബലിക്കാക്ക തന്നെ വന്ന് ചോറ് തിന്നണത് ഉണ്ട്. ബലിക്കാക്ക തന്നെ വന്ന് തിന്നണത് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു സന്തോഷമാണ്.